മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ. ഞാനല്ലേ പറയുന്നേ, എല്ലാം ശരിയാവും. ആദർശേട്ടൻ നാളെ ഓഫീസിൽ ചെന്ന് സംസാരിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും മാറിയിട്ടുണ്ടാവും. ഇനി അഥവാ മാറിയില്ലെങ്കിൽ തന്നെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ എന്ന് മനസ്സിലാവുമെങ്കിലും ചെയ്യും. തന്റെ ഈ വാക്കുകൾ കേട്ടപ്പോ വലിയൊരു ആശ്വാസം വന്നു. ഏതായാലും നാളെ ഓഫീസിൽ നിന്ന് സംസാരിക്കാം, എന്നിട്ടാവും ബാക്കി കാര്യങ്ങൾ. ഞാൻ തരാമെന്ന് പറഞ്ഞ പണത്തിന്റെ പകുതി ഇപ്പൊ തന്നെ സെറ്റിൽ ചെയ്യുക. ബാങ്ക് ട്രാൻസ്ഫർ ഒക്കെ ചെയ്താലേ നാളെ അത് EDയോ CBIയോ വിജിലൻസോ ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരും. അതിന്റെ പ്രശ്നങ്ങൾ എനിക്കല്ല, സാറിന് തന്നെയാ. അതാ ഇങ്ങനെ ഒരു സെറ്റിൽമെന്റ്. അതൊക്കെ മഹാദേവന്റെ ഇഷ്ടം എന്താണോ അങ്ങനെ ആയിക്കോട്ടെ. ഈ പണമെന്ന് പറയുന്ന മഹാലക്ഷ്മിയാണ്. ദേവി എങ്ങനെ നമ്മളിലേക്ക് വന്നാലും നമ്മളത് 2 കൈ നീട്ടി സ്വീകരിക്കും. അതാണ് എൻ്റെ ഒരു പോളിസി. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം മഹാദേവൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ദേവാ ബിൽഡേഴ്സ് ആ പ്രോജക്റ്റ് നിർത്തിവെക്കുകയും ചെയ്തു. പക്ഷേ മഹാദേവൻ എനിക്ക് പകുതി ക്യാഷ് മാത്രമേ സെറ്റിൽ ചെയ്തിട്ടുള്ളൂ. അതിനെന്താ കാരണം? സാറിന്റെ ജോലി തീർന്നിട്ടില്ല. കമ്പനി ഇപ്പോൾ വർക്ക് നിർത്തിവെച്ചതേ ഓഫീസിന് മറുപടി കൊടുക്കാൻ വേണ്ടി മാത്രമാ. അതെ, അവര് വകുപ്പ് മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച് ഈ പ്രശ്നങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഊരിപ്പോരും. അതോടെ ഞാൻ സാറിന് തന്ന കാശേ എന്റെ കയ്യിൽ നിന്ന് വെറുതെ പോയ പോലെ ആകും. അതിപ്പോ അങ്ങനെ തന്നെയല്ലേ സംഭവിക്കൂ. അവരെങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ലേ ശ്രമിക്കൂ. അങ്ങനെ സംഭവിക്കാനാണെങ്കിലേ ജോലി പോലും നഷ്ടപ്പെട്ട് വെറുതെ നടക്കുന്ന ഞാനേ ഇല്ലാത്ത കാശുണ്ടാക്കി സാറിന് തരേണ്ട കാര്യമുണ്ടോ? ഉണ്ടല്ലോ. താൽക്കാലികമായിട്ടാണെങ്കിലും അവരുടെ കുതിപ്പിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ നമുക്കായില്ലേ? അത് വലിയ കാര്യമല്ലേ? അങ്ങനെ താൽക്കാലികമായ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടേ കാശ് വാരിയെറിയാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. അവരുടെ പ്രോജക്റ്റ് ഇനി നടക്കരുത്, അതാ എനിക്ക് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് മിനിസ്റ്ററുടെ അടുത്ത് കാര്യങ്ങൾ മറ്റൊരു രീതിയിൽ എത്തിക്കണം. മനസ്സിലായില്ല? ദേവാ ബിൽഡേഴ്സിന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ മന്ത്രിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേക്കാനും പല വഴിക്ക് പണി കിട്ടാൻ സാധ്യതയുണ്ടാകും എന്നൊരു തോന്നലുണ്ടാക്കണം. അത് മതി മന്ത്രി ഒന്ന് മടിക്കാൻ. മന്ത്രി ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ വഴിക്ക് കൊണ്ടുവരാനുള്ള വഴിയൊക്കെ എനിക്കറിയാം സാറേ. മന്ത്രി ഞാൻ ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? സാറ് മന്ത്രിയോടൊന്നും പറയണ്ട. നമ്മുടെ ഓഫീസിൽ ഒരു സ്റ്റാഫുണ്ട്. അവരോട് ഇക്കാര്യം ഒന്ന് പറഞ്ഞാല് അവരത് മന്ത്രിയുടെ ഓഫീസിൽ വേണ്ട രീതിയിൽ എത്തിച്ചുകൊള്ളും. അതേത് സ്റ്റാഫ്? ഇവൾക്ക് മന്ത്രിയുടെ ഓഫീസിലൊക്കെ ബന്ധമുണ്ടോ? താനിതൊക്കെ എങ്ങനെ അറിയുന്നു മഹാദേവ? ആരോടും അധികം മിണ്ടാതെ പൂച്ചയെ പോലെ ഇരിക്കുന്ന ഇവക്കൊക്കെ ഇത്രയും പിടിപാടുണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. സാറ് വിചാരിക്കുന്ന പോലൊന്നും അല്ല സാറേ കാര്യങ്ങള്. ആർക്കൊക്കെ ആരോടൊക്കെ ബന്ധവും പരിചയവും കമ്മിറ്റ്മെന്റും ഒക്കെ ഉണ്ടെന്ന് പുറമേ നിന്ന് വെറുതെ നോക്കുന്ന ഒരാൾക്കറിയാൻ സാധിക്കില്ല. ഇതൊക്കെ സജീവമായ അന്തർധാരയുടെ ഭാഗങ്ങളാ. ഞാൻ ഈ ഓപ്പറേഷൻ എങ്ങനെ വിജയകരമായി നടത്താമെന്ന് കുറെ ദിവസം ഉറക്കമിളച്ച് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. റൂട്ട് മാപ്പ് ഉണ്ടാക്കിയിട്ടാ കാശ് തന്നത്. ഞാൻ പറഞ്ഞ അവള് കേൾക്കോ? ഈ വിവരങ്ങൾ അവിടെ എത്തിക്കോ? എങ്ങനെ പറയണം, എന്തൊക്കെ പറയണമെന്നൊക്കെ ഞാൻ സാറിന് കൃത്യമായിട്ട് പിന്നീട് പറഞ്ഞു തരാം. സാർ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. പക്ഷേ ഇതിനിടയിൽ ഡബിൾ ഗെയിം ഒന്നും കളിക്കാൻ ശ്രമിക്കരുത്. അവര് വിചാരിച്ചാലേ സാറിന്റെ ജോലി പോലും നഷ്ടപ്പെടും. അത് മറക്കരുത്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല. അതിലൊക്കെ തനിക്ക് എന്നെ വിശ്വസിക്കാം. അങ്ങനെ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാവുന്ന ഒരവസ്ഥയിലല്ല ഞാൻ. എത്രയ്ക്കായാലും സൂക്ഷിക്കാനുള്ള സൂക്ഷിച്ചില്ലെങ്കിലേ എല്ലാം തിരിച്ചു കിട്ടും. ഇങ്ങനെ പേടിക്കാതെ മഹാദേവ, എല്ലാം ശരിയാവുന്നേ. ഞാനല്ലേ പറയുന്നേ. ദേവാ ബിൽഡേഴ്സിന് നോട്ടീസ് അയച്ചല്ലോ, അവര് പണി നിർത്തി വെച്ചല്ലോ.
ഇനി അധികം താമസിക്കാതെ അവര് കൂടും കുടുക്കെ എല്ലായിടത്തും സ്ഥലം കാലിയാക്കുന്ന താൻ കണ്ടോ? അവര് പ്രോജക്റ്റ് ഉപേക്ഷിച്ചാൽ എനിക്ക് തരാമെന്ന് പറഞ്ഞ ബാക്കി പണം ഉടനെ തരണം. ആ, അത് ഞാൻ തന്നോളാം. താൻ ആ കാര്യത്തിൽ പേടിക്കണ്ട. എനിക്ക് ദേവ ബിൽഡേഴ്സിന്റെ ഒരു പ്രോജക്റ്റ് മാത്രം നിർത്തിച്ചാൽ പോരാ, ആ കമ്പനിയുടെ എല്ലാ പ്രോജക്റ്റുകളും നിർത്തിവെപ്പിക്കണം. ആദർശിനെ പാപ്പരാക്കണം. കമ്പനി നഷ്ടത്തിലാക്കി നാട്ടുകാരേറി കൈവെക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം. ഞാൻ ഈ അവസ്ഥയിലാകാൻ കാരണക്കാരി ആ പെണ്ണ മീര. അവളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. അവളുടെ കുടുംബക്ഷേത്രം ഇല്ലാതാക്കാൻ ഞാൻ വേണ്ടത് ചെയ്തതാ. പക്ഷെ ആ CI വിശ്വാസിയാണെന്ന് തോന്നുന്നു. അയാൾക്ക് അത്തരം കുഴപ്പമൊന്നും ഇല്ലായിരുന്നതാ. ഇപ്പൊ എന്തു മാറ്റമാണോ ഉണ്ടായത്? എന്തു പറ്റി? ഒരു ഇൻഫർമേഷൻ കൊടുത്തിട്ട് വേണ്ട രീതിയിൽ അയാൾ പ്രതികരിച്ചില്ല. ആ, സാരമില്ല. ഞാൻ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റ് വഴി ഒരു പണി കൊടുക്കുന്നുണ്ട്. അതേറ്റാലും മതി. എടോ രാജേഷേ, ഇത് തന്നെയാണോ വീട്? ഇത് തന്നെയായിരിക്കും. ചോദിക്കാം, വാ. ആ വാ. ഹരിയുടെ വീടല്ലേ ഇത്? അതെ. നിങ്ങളാണോ ഹരി? ഞാനാണ്. മിസ്റ്റർ ഹരി, ഞങ്ങൾ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വന്നവരാ. നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അകത്തേക്ക് ഇരിക്കാം സാർ. വേണ്ട, ഇവിടെ നിന്ന് സംസാരിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹം വീട്ടിലുണ്ടായിരുന്നു എന്നും അത് ആരോ മോഷ്ടിച്ചു എന്നും ഒരു പരാതി ഉണ്ടായിരുന്നില്ലേ? അതെ, ഉണ്ടായിരുന്നു. എൻ്റെ വൈഫിൻ്റെ തറവാട്ടിലെ കുടുംബക്ഷേത്രത്തിലുണ്ടായിരുന്ന വിഗ്രഹമായിരുന്നു അത്. അതെ, അത് തന്നെ. അത് കോടതി സർക്കാരിലേക്ക് എടുത്ത് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന് കൈമാറാൻ ഉത്തരവായതാണ്. പക്ഷെ ഞങ്ങളത് കൈപ്പറ്റും മുമ്പ് അവിടെ നിന്ന് അത് ആരോ മോഷ്ടിച്ചോണ്ട് പോയി. മോഷ്ടാക്കളെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിനിടയിൽ നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയെന്നും അത് നഷ്ടപ്പെട്ട പഴയ വിഗ്രഹമാണെന്നും ഞങ്ങൾക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ആ വിഗ്രഹം ഡിപ്പാർട്ട്മെന്റിന് തിരിച്ചേൽപ്പിക്കണം. കുടുംബക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനിരുന്നത് തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്ന വിഗ്രഹമാണ്. അത് പക്ഷേ അന്ന് ആക്സിഡന്റ് നടന്ന് നഷ്ടപ്പെട്ടു പോയില്ലേ? അതെ. അപ്പൊ എല്ലാം അറിഞ്ഞിട്ടാണല്ലോ സാർ വന്നിരിക്കുന്നത്. ആവശ്യമുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. സാർ, വിഗ്രഹം ക്ഷേത്രത്തിൽ പ്രാണപ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞു. ഇനി അത് അവിടെ നിന്ന് എടുക്കാൻ സാധിക്കില്ല. പണ്ട് അതാ ക്ഷേത്രത്തിൽ നിന്ന് എടുത്തവരെല്ലാം അടുത്ത ദിവസം മരിച്ചു വീണതായിട്ടാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് സാധാരണക്കാരെ കൊണ്ട് ആ പ്രതീക്ഷ ഇളക്കാൻ സാധിക്കുമെന്ന് കരുതണ്ട. അങ്ങനെ പറഞ്ഞു ഒഴിയാന്ന് നിങ്ങൾ കരുതണ്ട. ഞങ്ങൾക്കത് പുറത്തെടുത്ത് തന്നാലേ വിഗ്രഹത്തിന്റെ പഴക്കവും മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പിക്കാൻ കഴിയൂ. ആയിരിക്കാം. പക്ഷേ ക്ഷേത്രത്തിൽ പ്രദർശനം നടത്തിയ വിഗ്രഹം അവിടുന്ന് എങ്ങനെ എടുക്കും സാർ? കോടതി ഉത്തരവിട്ടാൽ അത് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ഇപ്പൊ ഇങ്ങനെ പറയുന്ന നിങ്ങൾ തന്നെ അത് എടുത്തു തരേണ്ടി വരും. സാർ, ആര് പറഞ്ഞാലും ആ ക്ഷേത്രത്തിനെക്കുറിച്ചും ആ വിഗ്രഹത്തിനെക്കുറിച്ചും അറിയാവുന്ന ആരും അത്തരമൊരു സാഹസത്തിന് മുതിരില്ല. സ്വന്തം ജീവനിൽ ഭയമില്ലാത്ത മനുഷ്യരുണ്ടാവുമോ സാറേ? എവിടെയാണ് ഈ ക്ഷേത്രം? കൃഷ്ണപുരത്താ. ദേവ ബിൽഡേഴ്സിന്റെ പ്രോപ്പർട്ടിക്ക് ഉള്ളിലാണ് ക്ഷേത്രം. ശരി, എന്താ ചെയ്യാൻ പറ്റുക നോക്കിയിട്ട് ഞങ്ങൾ അറിയിക്കാം. ചിലപ്പോൾ ഞങ്ങളോടൊപ്പം അവിടെ വരെ ഒന്ന് വരേണ്ടി വരും. വരാൻ സാറേ. ശരി, വാ സാറേ, നമുക്ക് പോവാം. ഹരിയേട്ടാ, അന്ന് വന്ന CI സാറിനെ ആരോ വിളിച്ചെല്ലാം പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞില്ലേ? അയാൾ തന്നെ ഇവരെയും വിളിച്ചെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതായി ഈ വരവും ചോദ്യം ചെയ്യലും ഒക്കെ. അതിനും സാധ്യതയുണ്ട്. അതാരായാലും അയാൾക്ക് നമ്മളോടാണല്ലോ വൈരാഗ്യം. ശരിക്കും ഈ വിഗ്രഹത്തിന്റെ കാര്യം പറയാൻ
സാവിത്രിയമ്മയുടെ അടുത്തേക്കല്ലേ ചെല്ലേണ്ടത്? വിഗ്രഹം അന്ന് നഷ്ടപ്പെട്ടപ്പോൾ പരാതി കൊടുത്തത് നമ്മളല്ലേ, അതുകൊണ്ടാവും ഇവിടേക്ക് വന്നത്. എന്തായാലും ഹരിയേട്ടൻ പറഞ്ഞതുപോലെ പ്രതിഷ്ഠ നടത്തിയ ആ വിഗ്രഹം ആരെങ്കിലും അതിനകത്ത് കയറി എടുത്താ അവര് വിവരം അറിയും, അത് ഉറപ്പാ. അതുകൊണ്ട് പേടിച്ചിട്ടാരും അതിനകത്ത് കയറി എടുക്കുമെന്ന് തോന്നുന്നില്ല. അനർത്ഥങ്ങളൊന്നും സംഭവിക്കാതിരുന്നാൽ മതി. ആരെങ്കിലും വാശി തീർക്കാൻ എന്തെങ്കിലും അവിവേകം ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് എല്ലാവരും അനുഭവിക്കേണ്ടി വരും. ശരിയാ, മുൻപ് ആരോ വിഗ്രഹം എടുത്തതിന്റെ ദോഷം കൊണ്ട് ആ തറവാട് മുഴുവൻ നശിച്ചില്ലേ? മീരമോൾ ഇതൊക്കെ അറിഞ്ഞ അവൾക്ക് വലിയ ടെൻഷനാവും. തൽക്കാലം മീരയോടൊന്നും പറയാതിരിക്കുന്നതാ നല്ലത്, അല്ലേ ഹരിയേട്ടാ? നോക്കാം, സമയവും സന്ദർഭവും വരുമ്പോൾ മീരയോട് ഞാൻ പറഞ്ഞോളാം. അവൾക്ക് സങ്കടാവെന്ന് കരുതി സംഭവിക്കുന്ന കാര്യങ്ങൾ അവളെ അറിയിക്കാതിരിക്കുന്നത് ശരിയല്ല. പെട്ടെന്നൊരു ദിവസം സർക്കാർ ഉത്തരവ് വന്ന് ആരെങ്കിലും കയറി ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം എടുത്താൽ അവൾക്കത് താങ്ങാൻ പറ്റില്ല. ആ, അതും ശരിയാ. എന്താ സംഭവിക്കാന്ന് ഈശ്വരന് മാത്രം അറിയാം. നമുക്കെല്ലാത്തിനും സാക്ഷിയാവാൻ മാത്രമല്ലേ പറ്റൂ, അല്ലേ ഹരിയേട്ടാ? അതെ. അമ്മേ, ഇതിങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. നമ്മൾ കേസിന് പോയാൽ ഒരുപാട് കാലതാമസം എടുക്കും. കോടിക്കണക്കിന് പണം ആ പ്രോജക്റ്റിൽ ബ്ലോക്കായി പോവും. പ്രോജക്റ്റ് മുടങ്ങിയാൽ ഉണ്ടാവുന്ന നഷ്ടം മാത്രമല്ല, നമ്മുടെ ഗുഡ്വില്ലിനെ അത് ബാധിക്കും. മോൻ പറയുന്നത് ശരിയാണ്. വ്യക്തമായ ഒരു കാരണമില്ലാതെ എന്തിനാണ് അവർ നമുക്ക് നോട്ടീസ് അയച്ചതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇതുവരെ ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. ഇല്ല, ഇതാദ്യത്തെ സംഭവം. കഷ്ടകാല സമയത്ത് അങ്ങനെ പലതും സംഭവിക്കും. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുന്നതൊക്കെ ഓരോ രാശിയുടെ പ്രശ്നമാണ്. കഷ്ടകാലം പിടിച്ചവരുമായി സഹവാസം ഉണ്ടായാ അത് നമ്മളെയും ബാധിക്കും. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? ഇവിടെ എല്ലാവരും ഈശ്വരവിശ്വാസികളാണെന്ന് കരുതി അന്ധവിശ്വാസികളാണെന്ന് കരുതരുത്. ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കാനും നോക്കരുത്. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് കുറെ കഴിയുമ്പോ, അതായത് ശരിക്കും അനുഭവം വരുമ്പോ അമ്മയ്ക്ക് മനസ്സിലാവും. എന്താ എവിടെയാ പറയേണ്ടതെന്ന് ബോധമില്ലാതായി പോയല്ലോ അഭി നിനക്ക്. കഷ്ടം. അതിന് ഞാനെന്ത് പറഞ്ഞു അമ്മ പറയുന്നേ? നീ ഇപ്പൊ ഈ സഹവാസത്തിന്റെ കാര്യം പറഞ്ഞത് എന്ത് കരുതിയിട്ടാ? അത് പുതിയ പ്രോജക്റ്റിൽ കുറെ പുതിയ ആൾക്കാർ വന്നില്ലേ, അവരുടെ കാര്യം ഞാൻ പറഞ്ഞേ. നീ വെറുതെ പൊട്ടത്തിനും വിളിച്ച് പറയാതെ മിണ്ടായിരിക്കാവി. ഞാനൊന്നും മിണ്ടുന്നില്ല. ഞാനിവിടെ ഇരിക്കുന്നതാണല്ലോ നിങ്ങൾക്കെല്ലാം പ്രശ്നം. എല്ലാവരും കൂടി കമ്പനിക്കാരി അങ്ങ് തീരുമാനിച്ചാൽ മതി. ഞാൻ പോവാ. ഇവക്ക് എപ്പോഴും ഇത് തന്നെയാ പണി. എന്തെങ്കിലും വിടുവാ പറയുക, എന്നിട്ട് വഴക്കിട്ട് എഴുന്നേറ്റ് പോവുക. അവള് പോട്ടെ. നമുക്ക് കമ്പനി ഈ ക്രൈസിസിൽ നിന്ന് കരകയറ്റാൻ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറയാമേ. ആദർശേട്ടൻ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും കണ്ട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. അവരോരോരുത്തരും ഓരോ റീസൺസാ പറയുന്നത്. നമ്മുടെ കാര്യം നടക്കാൻ അവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല. എങ്കിൽ കളക്ടറെ കണ്ട് സംസാരിച്ചാലോ? മന്ത്രി ഇടപെട്ടാൽ കുറച്ചുകൂടി എളുപ്പമാവും. റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ എല്ലാം ഫാസ്റ്റായിട്ട് അവർ തന്നെ ശരിയാക്കി തരും. അമ്മയൊന്ന് വിളിച്ച് സംസാരിക്കാമോ? അയാൾക്ക് നമ്മളെ അറിയാവുന്നതാണ്. എന്നാലും രാഷ്ട്രീയക്കാരനായതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ, നമസ്കാരം. ഞാൻ ദേവ ബിൽഡേഴ്സിലെ മാധവിയാണ്. ആരാ സംസാരിക്കുന്നത്? രഞ്ജിത്താണോ? രഞ്ജിത്തിന് മനസ്സിലായോ? ആ, അതെ അതെ. എനിക്ക് മിനിസ്റ്ററോടൊന്ന് സംസാരിക്കണമായിരുന്നു. ശരി, ഞാൻ ഹോൾഡ് ചെയ്യാം. ചോദിച്ചിട്ട് പറയാമെന്ന്. ഇതെന്താ എല്ലാവരും മിണ്ടാതിരിക്കുന്നത്? ചേച്ചി, അമ്മ കോളില മിനിസ്റ്ററെ വിളിക്കുന്നേ. ഹലോ. ഓ, അങ്ങനെയാണോ?
നാളെ നേരിട്ട് വന്നാൽ കാണാൻ പറ്റുമോ? ഓ ശരി, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വരാം. ഓക്കെ. മിനിസ്റ്റർ എന്തോ മീറ്റിംഗിലാണ്, ഫോണിൽ സംസാരിക്കാൻ കിട്ടില്ല. നമുക്ക് നാളെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കാം. അയ്യോ, നാളെയോ? അതെ, നാളെ തന്നെ. നാളെ എന്താ പ്രശ്നം? അത് പറയാനമ്മേ ഞാൻ വന്നത്. എന്ത്? എന്നെ ഇപ്പൊ ഒരു കൂട്ടുകാരി വിളിച്ചിരുന്നു. അവളുടെ കുഞ്ഞിന്റെ 1ാം പിറന്നാളാണ്. അതിന്റെ ഫംഗ്ഷൻ ഹോട്ടലിൽ വെച്ചാ നടത്തുന്നത്. നമ്മളെ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. നിന്റെ ഏത് കൂട്ടുകാരിയുടെ? ആരാത്? അനിതയുടെ അമ്മേ. ആദർശിനറിയാം, ഞങ്ങളുടെ സ്കൂളിൽ തന്നെ പഠിച്ചതാ. ആദർശിനെ അമ്മയെ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ട്. നീ വിഘ്നേഷിനെ കൂട്ടി പോയാൽ മതി. വേണമെങ്കിൽ മീരയും കൂട്ടിക്കോ. എനിക്കും അമ്മയ്ക്ക് എന്തായാലും വരാൻ പറ്റില്ല. മീര അവർക്ക് അറിയില്ല. കല്യാണത്തിന് അനിത വന്നില്ലല്ലോ, അതുകൊണ്ട് മീരയെ ക്ഷണിച്ചിട്ടില്ല. ഞങ്ങൾ മിനിസ്റ്ററെ കാണാനും നീ ഫംഗ്ഷനും പോയാൽ മീര തനിച്ചാവില്ലേ? മീര കൂടി നിന്റെ കൂടെ ഉണ്ടായാൽ എന്താ കുഴപ്പം? മീര കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അമ്മേ. ഇവിടെ നമ്മുടെ സെർവൻസ് എല്ലാവരും ഉണ്ടല്ലോ, പിന്നെ എന്ത് പേടിക്കാനാ? ഞാൻ ഇവിടെ ഇരുന്നാ അരുതാത്ത എന്തെങ്കിലും പറഞ്ഞു പോകും. അമ്മേ, ഞാൻ ഇവിടെ ഇരുന്നോളാം. പരിചയമില്ലാത്ത സ്ഥലത്ത് പോകുന്നതിനേക്കാളും കംഫർട്ട് എനിക്ക് ഇവിടെ ഇരിക്കുന്നതാ. അങ്ങനെയാണെങ്കിൽ ഓക്കെ, മോടെ ഇഷ്ടം പോലെ ചെയ്തോ. ഹരിയേട്ടൻ കിടന്നില്ലേ? ഇല്ല, ഞാൻ വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നതാ. എന്താ ഹരിയേട്ടാ? ഹരിയേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം എന്തോ ഒരു സങ്കടമുണ്ട്. ഞാൻ മീരയുടെ കാര്യം ഓർത്തിരുന്നതാ. അത് ഹരിയേട്ടൻ മനസ്സിൽ നിന്ന് കളഞ്ഞില്ലേ? അതല്ല ബീന, എന്താണെന്നറിയില്ല, നമ്മുടെ കുടുംബത്തെ ചുറ്റി എന്തോ ഒരു ദോഷം അലട്ടുന്ന പോലെ. അതൊക്കെ ഹരിയേട്ടന് വെറുതെ തോന്നുന്നതാ. നമുക്കിപ്പോ ഒരു ദോഷവും ഇല്ല. മീരമോൾക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടായത് മാത്രമല്ല, ആ വിഗ്രഹത്തിന്റെ കാര്യത്തിലും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. വിഗ്രഹം ഇനി തിരിച്ചേൽപ്പിക്കേണ്ടി വന്നാൽ മീരമോൾക്ക് അത് സഹിക്കാൻ പറ്റില്ല. അങ്ങനൊന്നും സംഭവിക്കില്ല ഹരിയേട്ടാ. വെറുതെ ഓരോന്നോർത്ത് ടെൻഷൻ അടിക്കാതെ. എനിക്ക് ചിന്തിക്കാൻ അവളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഞാനും സൂരജും ഹരിയേട്ടൻ അന്യരാണോ? അങ്ങനെ അല്ല ബീന, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. എനിക്ക് മനസ്സിലാവും. മീരയുടെ വീട്ടിലെ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കണ്ട. അത് നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആദർശിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കാം. അല്ലാതെന്താ? മീര അനാഥക്കുട്ടിയൊന്നും അല്ലല്ലോ. അവൾക്ക് അച്ഛനും അമ്മയും സഹോദരനും ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ ചെന്ന് എന്താ ചോദിക്കുന്നത്? അല്ലെങ്കിൽ അഭിരാമിയെക്കുറിച്ച് നമുക്ക് അവിടെ ചെന്ന് പരാതി പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്താ പറഞ്ഞ? നമ്മൾ എന്തിനാ ആ പെണ്ണിനെ പേടിക്കുന്നത്? മീരയും ആദർശം തമ്മിലുള്ളതേ പ്രണയവിവാഹമൊന്നും അല്ല. കാരണവന്മാരായിട്ട് ആലോചിച്ച് നടത്തിയ കല്യാണമാ. അതിലെന്തെങ്കിലും കല്ലുകടി ഉണ്ടായാ നമുക്ക് ചെന്ന് ചോദിച്ച് പരിഹാരം ഉണ്ടാക്കാം. നമ്മൾ പോയി കാര്യങ്ങൾ തിരക്കണ ഹരിയേട്ടാ. മീര മോളെ എത്ര വിഷമം ഉണ്ടായാലും വിഷമങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കും. ആരോടും ഒന്നും പറയില്ല. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ അറിയും? അതൊക്കെ അറിയാൻ നമ്മൾ പോയേ പറ്റൂ. താൻ പറയുന്നത് ശരിയാ. പക്ഷേ മീര നമ്മളെ വിളിച്ച് പരാതി പറഞ്ഞു എന്ന് അവർക്ക് തോന്നിയാ അതോടെ മാധവ മാഡത്തിനും മറ്റും നമ്മുടെ കുഞ്ഞിനോട് ദേഷ്യം തോന്നില്ലേ? എന്റെ ഹരിയേട്ടാ, അതിന് നമ്മൾ പോകുന്നത് ഇതേക്കുറിച്ച് സംസാരിക്കാനല്ലല്ലോ. മോളുടെ അവിടുത്തെ കാര്യങ്ങൾ നേരിൽ കണ്ട് ബോധ്യപ്പെടാനല്ലേ. അതിലെന്താ തെറ്റ്? പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാലേ ഉത്തരവാദിത്വം ഒന്നും തീരുന്നില്ല ഹരിയേട്ടാ. പിന്നെയാണ് രക്ഷിതാക്കളുടെ കടമകൾ കൂടുതൽ ശക്തിയാവേണ്ടത്. നമുക്കെന്തായാലും നാളെ തന്നെ അവിടെ വരെ ഒന്ന് പോവാം. അത് വേണോ ബീനെ? വേണം. എങ്കിൽ പിന്നെ ഞാൻ തനിയെ പോയി കാര്യങ്ങളൊക്കെ തിരക്കിയിട്ട് വരാം. നമ്മള് രണ്ടുപേരും കൂടി പ്രതീക്ഷിക്കാതെ ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ? സത്യം പറ ഹരിയേട്ടാ, ഞാൻ വരുന്നത് കൊണ്ട് പ്രശ്നം അവർക്കാണോ അതോ ഹരിയേട്ടനാണോ? ഇതെന്താ ബീന ഈ പറയുന്നത്? താൻ വരുന്നോണ്ട് എനിക്കെന്താ പ്രശ്നം? എനിക്കറിയില്ല. ഹരിയേട്ടന്റെ സംസാരത്തില് എനിക്കങ്ങനെ തോന്നി. ഞാൻ മീരയുടെ അമ്മയല്ലല്ലോ.
അവളുടെ കാര്യത്തിൽ ഇടപെടാനോ അഭിപ്രായം പറയാനും എനിക്കെന്താ അവകാശം അല്ലേ? ഛേ, ഇങ്ങനൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. താൻ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. എഴുതാപ്പുറമൊന്നും അല്ല ഹരിയേട്ടാ, എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മീരമോളുടെ വീട്ടിലേക്ക് വരാന്ന് പറയുമ്പോഴെല്ലാം ഹരിയേട്ടൻ ഒരുമാതിരി ഒഴിഞ്ഞുമാറൽ പോലെ. എനിക്ക് മീരമോൾ എന്റെ സ്വന്തം മോള് തന്നെയാ. അങ്ങനെ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. ഞാൻ അവളെ ശാസിച്ചിട്ടും വഴക്ക് പറഞ്ഞിട്ടും ഒക്കെ ഉണ്ട്. അതൊരു അമ്മയുടെ സ്ഥാനത്ത് നിന്നാ എന്ന് കരുതി വേറൊരാൾ അവളെ വിഷമിപ്പിക്കുന്നത് എനിക്ക് സഹിക്കില്ല. ഹരിയേട്ടൻ ആ അഭിരാമിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ എനിക്കുണ്ടായ ദേഷ്യവും സങ്കടമൊന്നും ഹരിയേട്ടന് മനസ്സിലാവില്ല. ഒരുപക്ഷെ മായ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത്രയും സങ്കടം തോന്നില്ലായിരുന്നു. അതെനിക്കറിയാം. ഞാൻ യാതൊരു വേർതിരിവും വെച്ച് പറഞ്ഞതുമല്ല. ബീന മീരയെ സ്വന്തം മോളായിട്ട് കാണുന്നുണ്ടെന്നും എനിക്കറിയാം. പിന്നെന്തിനാ എന്നെ കൂട്ടി പോവാൻ മടിക്കുന്നത്? അതിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ ബീന. നമ്മൾ ചെയ്യുന്ന ഒന്നും മോൾക്ക് ദോഷമായിട്ട് വരരുത്. എനിക്ക് അത്രയേ ഉള്ളൂ. ഒരു ദോഷവും ഇല്ല. നമ്മൾ പോയി കാര്യങ്ങൾ അന്വേഷിച്ചില്ലെങ്കിലാണ് ദോഷമാവുന്നത്.